പനവർഗ സസ്യങ്ങളുടെ അന്തകരായിട്ട് കണക്കാക്കപ്പെടുന്നവരാണ് ചെമ്പൻചെല്ലിയും കൊമ്പൻചെല്ലിയും. രണ്ടും വേറെ വേറെ ഇനം വണ്ടുകളാണ്. മലയാളത്തിൽ പ്രാസമൊപ്പിച്ചുള്ള പേരുകൾ നമ്മൾ നൽകിയെന്നേ ഉള്ളൂ. അനിയൻ ഭാവിയും ചേട്ടൻ ഭാവിയും പോലെ ഇരുവരും അടുത്ത ബന്ധുക്കളൊന്നുമല്ല, രൂപത്തിലുമല്ല സ്വഭാവത്തിലുമല്ല. ആകാശത്തിലേക്ക് തലയുയർത്തി നിൽക്കുന്ന തെങ്ങും കവുങ്ങും ആനപ്പനിയും കുടപ്പനിയും മാത്രമല്ല, ഈന്തപ്പനിയും എണ്ണപ്പനിയും ഒക്കെ ഈ കുഞ്ഞൻ പ്രാണികളുടെ മുമ്പിൽ തലകുനിക്കുന്നവരാണ്. സൗത്ത് ഏഷ്യയിലെങ്ങുമായിട്ട് 19 ഇനം പനവർഗ സസ്യങ്ങളെയാണ് ഇവർ ആക്രമിക്കുന്നത്. എത്രയോ മാസങ്ങൾ വർഷങ്ങൾ കഷ്ടപ്പെട്ട് നട്ട് വെള്ളമൊഴിച്ച് വളമിട്ട് ഓരോരോ പട്ടകളായി വന്ന് വളർന്ന് കായ്ച്ചു തുടങ്ങിയ ഒരു തെങ്ങ് പെട്ടെന്ന് കൺമുന്നിൽ ഒന്നും ചെയ്യാനാവാതെ ഇല്ലാതാകുന്നത് കാണുമ്പോൾ ഏത് കർഷകനാണ് സഹിക്കാനാവുക? പക്ഷേ ഈ പ്രാണികൾ ഇതൊന്നും അറിഞ്ഞ് ചെയ്യുന്നതല്ല. അവർക്ക് ഈ തെങ്ങും പനിയും പോലുള്ളവ മാത്രമേ തിന്നാനും മുട്ടയിടാനും സന്തതി പരമ്പരകളെ വളർത്താനും ഒക്കെ ആയിട്ടുള്ളൂ. അവരുടെ ജീവിതം അങ്ങനെയായിപ്പോയി. അല്ലാതെ കൃഷിക്കാരോട് അവർക്കെന്ത് ദേഷ്യം? എന്തായാലും നമ്മൾ മനുഷ്യർ ഈ ചെമ്പനെയും കൊമ്പനെയും ഇത്തരം കൃഷിയിൽ ഏറ്റവും ഭീകരരായ അപകടകാരികളായ വില്ലന്മാരായിട്ട്, കീടങ്ങളായിട്ട്, പെസ്റ്റായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. നമ്മൾ മനുഷ്യർ കൃഷി ആരംഭിച്ചിട്ട് 10,000 വർഷങ്ങൾക്ക് അടുത്ത് മാത്രമേ കാലമായിട്ടുള്ളൂ. അതിലും കുറച്ച് വർഷമേ ആയിട്ടുള്ളൂ തെങ്ങ് കൃഷി ആരംഭിച്ചിട്ട്. തെക്ക് കിഴക്കൻ ഏഷ്യയിൽ ഒരു 3000-4000 വർഷങ്ങൾക്ക് മുമ്പായിരിക്കും ആദ്യമായി നമ്മൾ തെങ്ങ് നട്ട് നനച്ച് കൃഷിയായി ഇതിനെ വളർത്താൻ തുടങ്ങിയത്. അതിനും എത്രയോ ലക്ഷം വർഷം മുമ്പ്, മനുഷ്യർ പരിണമിച്ചുണ്ടാകുന്നതിനും എത്രയോ ലക്ഷം വർഷം മുമ്പ് ഈ തെങ്ങിലും പനയിലും ഒക്കെ മുട്ടയിട്ടും വിരിയിച്ചും അതിൻ്റെ തലനീര് കുടിച്ചുമൊക്കെ പെറ്റുപെരുകി വളർന്നവരാണ്, പരിണമിച്ചവരാണ് ഈ വണ്ടുകൾ.